ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കസിൻസ് ഓൺലി ട്രിപ്പിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത് പാട് നേരെ പോയത് മാമിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കാറിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 3 വയസ്സുള്ള നവമി തുടങ്ങിയിട്ട് 27 വയസ്സുള്ള ഞാൻ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കസിൻ ഗ്യാങ്. ചെറുതും വലുതുമായിട്ട് ഞങ്ങൾ 6 പേരുണ്ട്. ആ ഫ്ലോയിലങ്ങ് പറഞ്ഞപ്പോൾ എണ്ണം ചെറുതായൊന്ന് തെറ്റിയിട്ടുണ്ട്. 7 കസിൻസാണ് ഞങ്ങളുള്ളത്. അതിൽ ചെറിയ 2 എണ്ണത്തിനെ ഞങ്ങൾ ചെറുതായൊന്ന് തട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം റിസ്ക് എലവൻസ് ഉണ്ടേ. യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും പരിചയപ്പെട്ട് പോവാം. ഈ വരുന്നവൻ കണ്ടോ, ഇതാണ് ശ്രീദർശ്, ഞങ്ങളെ ഉണ്ണിക്കുട്ടൻ. അവനിപ്പം +2 പഠിക്കുന്നത്. കാണുന്നത് പോലൊന്നുമല്ല, വലിയ പുരസ്കാര ജേതാവൊക്കെയാണ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. എന്ത് സ്ഥലത്തിന്റെ പേര്? സെന്റ് ജോസ് ചർച്ച്. എവിടെയാ ഇത് സ്ഥലം? സ്ഥലത്തിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഈവനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ഇളയവനെ കണ്ടില്ലേ, അതാണ് ഞങ്ങളെ രേണൂട്ടൻ. രഹൻ എന്നാണ് പേര്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഉണ്ണിക്കുണ്ട തൊട്ടടുത്തിരിക്കുന്ന പൂക്കളുള്ള ഷർട്ട് ഇട്ടവനാണ് ഞങ്ങളെ ശിവൂട്ടൻ. ശിവയത്ത് എന്നാണ് വിളിക്കുന്നത്. അവൻ BSc ഫിസിക്സ് പഠിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് നമ്മളെ പുള്ളി. ശിവൂടിൻ്റെ കൂടെ മുൻസീറ്റിലിരിക്കുന്ന പുള്ളിയില്ലേ, അതാണ് അനൂട്ടൻ. അനുജിത്ത് എന്നാണ് പേര്. അവനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഇത്രയുമാണ് ഞങ്ങളുടെ കസിൻ ഫാമിലിയിൽ വരുന്നത്. എൻ്റെ അനിയത്തിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് സാൻഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നവനീത. പുള്ളി ജോർജിയിൽ നിന്ന് MBBS കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കാം. അപ്പം അവളെ ഒന്ന് ജസ്റ്റ് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് നവനീതൻ്റെ വീട്ടിൽ പോയ സീനാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളെല്ലാം കണ്ണോമന പൊന്നോമനയായിട്ടുള്ളൊരു സാധനം വീട്ടിലിരിപ്പുണ്ട്. ഇതാണ് നവമി. എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളീനെ രാവിലെ കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ പോയി കിടന്നുറങ്ങാൻ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്കൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ച് അവളെയും മാമിനെയും കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് രാത്രി കഫേയിൽ പോകാൻ തീരുമാനിച്ചു. മട്ടന്നൂരിലെ കഫേ ലമാറിലാണ് പോയത്. അതിൻ്റെ സീൻസിന് നമുക്ക് കണ്ടാലോ. നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. ഈ മഞ്ഞുകാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീയെന്ന പോൽ ഹേമന്തരാവിൻ്റെ ആഴത്തിൽ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല കസിൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഈ 2 കാര്യത്തിലും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പായ വിരിച്ച് അവിടെ കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ എണീറ്റ് എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവർക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നല്ല ഓർമ്മകൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ഇനി ക്രിസ്മസ് വെക്കേഷൻ ഒരുമിച്ച് കണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞ്. ഇതാണ് ഞങ്ങളെ തറവാട് വീട്. അപ്പോൾ ഓരോരുത്തരും പോവുകയാണ്.
അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസ് ട്രിപ്പിൻ്റെ വ്ളോഗിൽ ഞങ്ങൾ വരാം. ബായ്. ലൈൻ കട്ടില്ല.